അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ കുഞ്ഞുങ്ങളെ കൂടെ നിർത്തണേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിനകത്തും പുറത്ത് നടന്ന 10,000-കണക്കിന് ആരാധനയുടെയും ധ്യാനത്തിൻ്റെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ സദ്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. Lord Jesus Christ, pour out your spirit, touch with the fire fingers, soak with the precious blood, Lord, infuse your spirit, and with the authority of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I bless and hallelujah. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. കർത്താവെ, സന്ധിബന്ധങ്ങൾ പത്താൻ്റെ നിറയട്ടെ. കർത്താവെ, മാംസപേശികളിലെ കർത്താവിൻ്റെ നിറയട്ടെ. എല്ലാ രോഗികളും പീഡിതരും കിടപ്പ് രോഗികളും മനസ്സിടിഞ്ഞു പോയവരും ഹൃദയം തകർന്നു പോയവരുമേ കർത്താവിൻ്റെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഒഴുകട്ടെ. കർത്താവെ, നീ കുഞ്ഞുങ്ങളെ മക്കളെ ആസ്വദിക്കണമേ. പരീക്ഷ കുഞ്ഞുങ്ങളെ പ്രത്യേകം നീ ഏറ്റെടുക്കണം. കർത്താവെ, പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളോട് ചെയ്യേ, മനസ്സിൽ പതിഞ്ഞു നിൽക്കാൻ പറ്റാത്ത മനുഷ്യരുടെ കർത്താവെ, അവരെല്ലാം ആശീർവദിക്കുന്ന കർത്താവെ, മനസ്സിൽ പതിഞ്ഞു നിൽക്കാത്ത കുഞ്ഞുങ്ങളെ, പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളെ നിൻ്റെ തിരുമുറവാർന്ന മരുതുകരം അനുഗ്രഹത്തിൻ്റെ വലുത് അഭിഷേകകരം കർത്താവെ, അവൻ്റെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കരുണ കർത്താവ്, നിൻ്റെ ഓരോ ഭവനത്തിലേക്ക് നീ കയറി ചെല്ലണമേ കർത്താവ്. ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവെ, ഇന്നലെ വഴക്കിട്ട് ഉറങ്ങിയവർ, സങ്കടപ്പെട്ട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ എല്ലാവരുടെയും കൂടെ കർത്താവിൻ്റെ ചൈതന്യം ഉണ്ടാകട്ടെ. കർത്താവെ, പരസ്പരം വഴക്കിട്ടവർക്ക് പരസ്പരം നല്ല മാനസാന്തം നൽകിയവരെ ഐക്യപ്പെടുത്തണമേ. ഹൃദയത്തിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ദൈവസ്നേഹത്തിൽ അവർ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കർത്താവ്, നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, താമസം, യാത്ര, സംരംഭങ്ങൾ, സംസാരങ്ങൾ, ഉദ്യോഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ.
കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ, കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ഇന്ന് ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് എടുക്കാൻ പോകുന്നവർ, ഇന്ന് പരീക്ഷയുടെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ഇന്ന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് ആർക്കും സങ്കടമില്ലാതെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനം കിട്ടി അവർക്ക് മേൽഗതി കിട്ടിയതായിട്ട് കർത്താവെ അവർ അങ്ങയുടെ നാമത്തെ സന്തോഷിക്കാൻ ഇടയാക്കണമേ. കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുന്ന ഇടയാക്കണമേ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഈശോ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരെ റെഡിമെയ്ഡ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ടു ഈറ്റ് എന്നും പറഞ്ഞ് നമ്മളുടെ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ദൈവതിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹം ചില സമയത്ത് പ്രതീക്ഷിക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിലുള്ള മൗനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില പ്രാർത്ഥനകളുടെ ഇടയിൽ ഈശോ ഒരു മൗനം പാലിക്കണ കാണാം. ഈശോക്ക് പണ്ട് മുതലേ ഉള്ളൊരു വിഷയമാണ്. അതിൻ്റെ സമയമായില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് മൗനം പാലിക്കും. കാനായിലെ കല്യാണത്തിലും അങ്ങനെ ഈശോ മൗനം പാലിച്ചായിരുന്നേ. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുമ്പോൾ 2:3 യോഹന്നാൻ്റെ സുവിശേഷം, അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് മൗനമാണ്, നെഗറ്റീവാണത്. ആ അമ്മയുടെ ആപ്ലിക്കേഷൻ നെഗറ്റീവ് അടിച്ചതിന് ശേഷം അത് മൗനമാണ്. പിന്നെ ഈ മൗനത്തിൻ്റെ ഗ്യാപ്പാണ് അമ്മയുടെ സ്പേസ് ആയിട്ട് എടുക്കുന്നത്. മൗനത്തിൻ്റെ ഗ്യാപ്പില്ലേ, ഈശോയുടെ മൗനത്തിൻ്റെ ഗ്യാപ്പ്, അതൊരു നെഗറ്റീവ് സൈലൻസാണ്. അതിൻ്റെ ഗ്യാപ്പ് അമ്മയുടെ സ്പേസായിട്ട് എടുക്കും. അതുകൊണ്ടാണ് ആ സ്പേസിൽ എന്ത് കോൺവെർസേഷൻ നടക്കണമെന്ന് ബൈബിൾ പറയത്തില്ല. പക്ഷെ നമ്മൾ കാണുന്നത് പിന്നീട് കലാകാരെല്ലാം ഈ വീഞ്ഞ് ഭരണികൾ വെള്ളം നിറക്കാൻ ഈശോ പറയുന്നതാണ്. അത് നമ്മൾ യോജിക്കണില്ല. എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാധാനമായിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കത്തില്ലെന്ന് അവരത് മാർജിനിട്ട് സംസാരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ മൗനമാണുള്ളത്. ഈ മൗനത്തിൻ്റെ ഇടയിലെ സ്പേസ് അമ്മയുടെ സ്പേസാണ്, അമ്മ ഇടപെടുന്ന സ്പേസാണ്. അമ്മയും അതിനോട് മൗനമായിട്ട് തന്നെ ആയിരിക്കും ഇടപെട്ടിട്ടുള്ളത്. ഒരു സൈലൻറ്റ് മീഡിയേഷൻ മറിയതിന് സാധ്യമാണ്. അമ്മയുടെ മൈൻഡ് റീഡ് ചെയ്തിട്ടാണ് ഈശോ ഇനി ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭരണികൾ വെള്ളം നിറക്കാൻ പറയേണ്ടത്. അപ്പോൾ ഈശോയുടെ സൈലൻസ് ഉണ്ട്, മാതാവിൻ്റെ സൈലൻസ് ഉണ്ട്. ഇത് നെഗറ്റീവ് സൈലൻസും ഉണ്ട്, പോസിറ്റീവ് സൈലൻസും ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവ് സൈലൻസാണ്. ആ ഒരു രോഗിയുണ്ടല്ലോ, ആരാണ്? മത്തായിയുടെ സുവിശേഷം 15:23 എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. മൗനം പാലിച്ച്. ആരാണ് ഈ സംഭവം അറിയാവോ? കാനങ്കാരി പിശാച് ബാധിച്ചെന്ന്, മകൾക്ക് പിശാച് ബാധിച്ചെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വരും. പക്ഷേ ഈശോ അതിന് ഒരു വാക്കും പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ ഒരു സൈലൻസാണ്. ഇത് സൈലൻസ് ഓഫ് ജീസസ് ഭയങ്കരമാണ്. അതിന് ഒരു അർത്ഥങ്ങളൊക്കെ ഉണ്ട്, ചിലയിടത്ത് അർത്ഥങ്ങളുണ്ട്. എന്താണ് അർത്ഥം പറയണത്? ഇത് നിനക്കുള്ളതല്ലെന്നാണ് പറയണത്. ഇത് ഈ അനുഗ്രഹം നീ പ്രാപിക്കണമെങ്കിൽ കുറച്ച് സ്പിരിച്വൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം? നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്ലെയിം ഇല്ലെന്ന് പറയും. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മൗനമാന പാലിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ക്ലെയിം എന്നാണ്. നോ ക്ലെയിം പ്ലീസ്. അതിൻ്റെ കാരണം എന്താണ്? മക്കളുടെ അപ്പമാണെന്ന്. മക്കളുടെ അപ്പമാണ്, അതാണ് ക്ലെയിം. നിങ്ങൾക്കുള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളാരാണ്? മക്കൾ വിശ്വാസികളല്ലേ. അപ്പോൾ അവൾ വിശ്വാസികളല്ലെന്നല്ല പറഞ്ഞത്. കർത്താവിന് അവളിൽ പിശാചിനെ പുറത്താക്കാൻ ആവശ്യമായ ഒരു വിശ്വാസത്തിൻ്റെ അത്രയും അവൾക്ക് അനുഗ്രഹം വാങ്ങൽ ശേഷിയില്ല. അത്രയും അവൾ വളർന്നിട്ടില്ല. ചുമ്മാ കാഷ്വലായിട്ട് ആരൊക്കെ പറഞ്ഞ് രക്തസാരോ സുഖപ്പെട്ട് കാനായി വെള്ളം വീഞ്ഞാക്കിയതൊക്കെ കേട്ടപ്പോൾ പാവപ്പെട്ടവൾ ഇപ്പഴത്തേലി വന്നതാണ്. പക്ഷേ ആസ്തി കൊടുക്കാനുള്ള ആസ്തിയില്ല. നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ടെന്നൊക്കെ ഈശോ ചോദിക്കണില്ലേ? ഇപ്പം കൈവശമുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇല്ലെങ്കിലും വിശ്വാസം വേണ്ടേ? ഇതിന് പറ്റിയ വിശ്വാസമുണ്ട്. തക്ക വിശ്വാസമൊന്നും ബൈബിളിലുണ്ട്. തക്ക വിശ്വാസം, സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ട് മുടന്തനോട് എഴുന്നേറ്റ് മധ്യത്തിൽ നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം.
കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ, കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം. അതാണ് സംഭവം. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം. വിശ്വാസം എന്നല്ല അവിടെ പറയണത്, തക്ക വിശ്വാസം. അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഇതാണ് സംഭവം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ കാനൻകാരിക്ക് സംഭവിച്ചിരിക്കുന്നത്, അവള് കർത്താവിന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ആ ഒരു വിഷയത്തിന് തക്ക വിശ്വാസം അവളുടെ കയ്യിലില്ല. ആ വിശ്വാസം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയണത്? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുത്ത് വിഹിതമല്ല. ഇത് യഹൂദന്മാരുടെ അന്നത്തെ കാഴ്ചപ്പാട് ഈശോ പറയണത്, ഈശോ കാഴ്ചപ്പാടല്ലത്. പക്ഷേ അവളതിനെ റെസ്പോണ്ട് ചെയ്യണത് ഭയങ്കരമാണ്. കർത്താവ് അത് ശരിയാണെന്ന്, അവളെ തെറ്റാണെന്നില്ല പറഞ്ഞാൽ അത് ശരിയാണ്. എന്നാൽ അവൾ പറയുന്ന ഒരു ചെക്ക് വെക്കുന്നുണ്ട്. എന്താണ്? പട്ടികളും നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അപ്പോഴാണ് ഈശോ പറയുന്നത്, വുമൺ യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. അപ്പാണ് തക്ക വിശ്വാസം ഉണ്ടായത്. എളിമയോടെ വിശ്വാസം ഏറ്റു പറയണം ദൈവത്തെ. അപ്പം അതുകൊണ്ടാണ് പല കാര്യങ്ങളും മൗനം വരണ കാര്യം. അതാണ് കർത്താവ് മൗനമായിരിക്കുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് മൗനം, അവളോട് ആദ്യം മൗനമായിട്ട്. അപ്പം മൗനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചില പ്രാർത്ഥനകൾക്കും കർത്താവ് മൗനമായി കാട്ടിട്ട് മാസങ്ങളായി കാണും. അതിൻ്റെ കാര്യം നിങ്ങളുടെ വിശ്വാസം തക്ക വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. തക്ക വിശ്വാസമാണെങ്കിൽ അതിൻ്റെ അത് നമുക്ക് നല്ല മുതൽ മുടക്കുണ്ടാകും. പെയിൻഫുള്ളായിട്ടൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. സുവിശേഷമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കേണ്ടി വരും. ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറേണ്ടി വരും. അതായത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദ്യമുണ്ട് ബൈബിളിൽ. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവർത്തനം. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ, ആരെങ്കിലും വിശ്വസിച്ചാൽ പറ്റത്തില്ല. അവിടുന്ന് അയച്ചവനിൽ തന്നെ വിശ്വസിക്കണം. വിശ്വാസത്തിൽ തന്നെ തക്ക വിശ്വാസം ഉണ്ടാകണം. യേശുക്രിസ്തുവിലുള്ള നമ്മുടെ തക്ക വിശ്വാസം. എന്തെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വിധി വൈപരീത്യങ്ങൾ വരുമ്പോൾ എന്നാൽ കിടക്കുന്ന ചട്ടിങ്കലോ എന്നും പറഞ്ഞുകൊണ്ട് പോകരുത്. കർത്താവ് തന്നെ അവരെ പ്രകോപിപ്പിക്കാൻ, നായ്ക്കളുടെ അപ്പം എടുത്ത് പട്ടികളെ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ പോയി വെട്ടിപ്പിടുക്കത്തിനെന്ന് പറഞ്ഞ് അവർ വേണേൽ പോകാം, പ്രകോപിപ്പിച്ച് പോകാം. അവർക്ക് തക്ക വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പോകും. അങ്ങനെയുള്ള കളയാൻ വേണ്ടി തന്നെയാണ് ചിലപ്പോൾ മൗനം പാലിക്കണ കർത്താവ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളുടെ നിലപാട് കറക്റ്റ് ചെയ്യണം. അതായത് ഞാനൊരു ആവശ്യത്തിൻ്റെ പേരിൽ വന്നതല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് വന്നതാണ്. നമ്മൾക്ക് പലപ്പോഴും വരുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി എന്നല്ല. ആ പ്രാധാന്യം പരീക്ഷയ്ക്കും വിഷയത്തിനുമല്ല. അങ്ങേ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം അങ്ങേ സമർപ്പിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂട്ടേൺ എടുക്കേണ്ടി വരും. അത് വെച്ചാൽ വിഷയത്തിനല്ല പ്രാധാന്യം, മറിച്ച് ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. അങ്ങനെ ഇത് നിങ്ങളുടെ പ്രാർത്ഥന റീമോൾഡ് ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളോടും കർത്താവ് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തീർത്ഥാടനത്തിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ ശാരീരിക സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കൂടെ ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരെയും ഈ ഉടമ്പടി ആരാധനയിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, ഇക്കാലത്ത് നിന്റെ പ്രത്യേകമായ സാന്നിധ്യവും വചനത്തിന്റെ പ്രത്യേക വിരുന്നും വിശേഷ ഭക്ഷണവും നൽകി ഞങ്ങളുടെ കാലഘട്ടത്തെ
പരിപോഷിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ, ഈ ആരാധന നിമിഷം മുഴുവനും ആരെല്ലാം ഓൺലൈനിലെ എപ്പോഴെല്ലാം ആരാധന കൂടുന്നുവോ അവിടെ കണ്ണുനീരും ഇപ്പോൾ ഞങ്ങള് ആരാധനയില് അമ്മയുടെ മാധ്യസ്ഥത്തില് സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ ആരാധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും പ്രാർത്ഥികർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ ഉണർവോടെ ആയിരിക്കാൻ അധരങ്ങൾക്ക് അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുമ്പോഴേ തീ കത്തുകയും സ്വർഗം ഉണരുകയും ആത്മാഭിഷേകത്താൽ നിറയുകയും ചെയ്യുന്ന സഭയെ അങ്ങ് പടുത്തുയർത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാലങ്ങളിലെല്ലാം എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ കേട്ട സാക്ഷ്യങ്ങളിലൂടെ അങ്ങയുടെ മഹിമ കുടികൊള്ളുന്ന ഉടമ്പടി പേടകത്തിന്റെ കുടികൊള്ളുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങള് അനുഭവങ്ങളായി വിടുതലായി പുറപ്പാടിന്റെ പുസ്തകത്തിലെ പോലെ തീത്തൂണായി ഏകസ്തംഭമായി പിളർത്തി യോർദാൻ പിളർത്തി അനുഭവത്തിന്റെ വാഗ്ദാന നാട് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി, നിനക്ക് ആരാധന. ശ്രദ്ധിക്കട്ടെ. നമ്മൾ ദൈവതിരുസന്നിധിയിൽ ആയിരിക്കുകയാണ്. ദൈവത്താൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹം. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളിലെ ആത്മാവിൻ്റെ കൂടെ അമ്മയുടെ കരഗ്രഹിച്ചുകൊണ്ട് അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങളുടെ കരുതലും കാവലും ഒക്കെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുതല് കാലങ്ങളായി അങ്ങ് കാത്തു നിൽക്കുന്ന നിന്റെ സംരക്ഷണം, നിന്റെ സ്നേഹം, നിന്റെ പരിപാലന എല്ലാം ഗ്രഹിക്കുവാൻ, സന്തോഷിക്കുവാൻ, ആരാധിക്കുവാൻ അഭിഷേകം നൽകണമേ. രോഗമുള്ള ഇടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കഴുത്തിനും തോളിനും ഒക്കെ മുഴകളുള്ളവർ അവിടെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആരാധനയുടെ തീമഴ പെയ്യുന്ന സമയത്താണ് കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കുന്നത്. എവിടെയെല്ലാം രോഗങ്ങളുണ്ടോ, ഉദരാശയത്തിലെ രോഗങ്ങൾ, ഗർഭാശയത്തിലെ രോഗങ്ങൾ, പുസ്തക രോഗങ്ങൾ, അണ്ടാശയത്തിലെ സിസ്റ്റ് രോഗങ്ങൾ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പൊക്കിന് താഴെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കരൾ രോഗികൾ നെഞ്ചിൽ താഴെ കൈവച്ചുകൊണ്ട് ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ, ട്രാൻസ്ജെൻഡർ രോഗികൾ, അതുപോലെ തന്നെയുള്ള സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവർ എല്ലാം കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രഷർ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. മറാത്ത തലവേദനയുള്ളവർ, ഉറക്കമില്ലാത്തവർക്ക് ശിരസിൽ കൈവച്ചൊരു പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധമാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. രക്തസാക്ഷിയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, ഓരോ മകന്റെ പേരും മകളുടെ പേരും കർത്താവേ അങ്ങനെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ അണിപ്പെടുത്താവുന്ന വലതുകരം, അത്ഭുതകരം, അടയാളം കാണിക്കുന്ന കരം, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം കർത്താവേ, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം, കടലിന്റെ മീതെ നടന്ന്
കടലിന്റെ മീതെ കാറ്റിന് മേൽ ഉയർത്തിയ കരങ്ങളെല്ലാം കർത്താവേ ഇപ്പോൾ ഉയരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഒരു വഴി കാണുന്നില്ല. മനസ്സിലെ ഭാരം, ജീവിതത്തെ തടസ്സം, എങ്ങോട്ട് പോണമെന്നറിയത്തില്ല. അകപ്പടെ കുഴങ്ങി മറഞ്ഞ് കർത്താവ് വിഷമിച്ച് അങ്ങനെ ദുരിതത്തിന്റെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ കർത്താവിന്റെ ശത്രുക്കളുടെ കർത്താവെ നീ വടത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലെ പോകാൻ പറയുന്ന കർത്താവിന്റെ സ്വരങ്ങൾ കർത്താവിൽ അഭിഷേക സ്വരകർത്താവ് ഈ അഭിഷേക നിമിഷം കർത്താവ് അവരുടെ മക്കൾക്ക് അടഞ്ഞുപോയ വാതിൽ തുറക്കുകയും കർത്താവ് തുറന്ന വാതില് അടക്കേണ്ട വാതിലുകൾ അടഞ്ഞു തന്നെ പോകാൻ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കണ്ണത്തിൽ ശ്രുതികട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ യാത്ര ഈ മരുഭൂമിയിലെ യാത്രയാണ്, തണലില്ലാത്ത യാത്രയാണ്, തണൽ മരങ്ങൾ വെട്ടി വീഴ്ത്തപ്പെട്ട യാത്രയാണ്, നടക്കുന്ന തറ പൊള്ളുന്ന യാത്രയാണ്, വെയിലുരുക്കി വീഴുന്ന യാത്രയാണ്, മുരിഞ്ഞു തീരുന്ന യാത്രയാണ്. അപ്പോഴൊക്കെ വിശ്വാസി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ്? നിൻ്റെ കൃപ മതി എനിക്ക്. അത് ആഴമാർന്നൊരു എന്ന് നീ ചോദിക്കുന്നുവോ അപ്പോൾ നിനക്ക് അഭിഷേകം ലഭിച്ചിരിക്കും. കാരണം കൃപ എന്ന് പറയണത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നീ എത്തേണ്ട സ്ഥലം എത്തണം വരെ നിനക്ക് വേണ്ട വയാധിക്യവും യാത്രാഭക്ഷണം കർത്താവിൻ്റെ കൃപയാണ്. അത് വട്ട് എവർ മേ ബി ദ കണ്ടീഷൻ യു ആർ അണ്ടർ ഗോയിങ്, നീ എന്ത് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നീ വിചാരിക്കും അത് തന്നെ ഇപ്പം നടന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് വിചാരിക്കും. പക്ഷെ കർത്താവ് പറയും നീ ചാകത്തില്ല, നീ സർവൈവ് ചെയ്യുമെന്ന് പറയും. ഒരു വ്യക്തിയെ സർവൈവ് ചെയ്യിക്കുന്നത്, അതിജീവിപ്പിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. കൈയടിച്ച് കർത്താവ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇറ്റ്സ് എ ഡിവൈൻ സൊല്യൂഷൻ. വാട്ട് മേ ബി ദ കണ്ടീഷൻ, നിൻ്റെ കണ്ടീഷൻ തന്നെയാണ്. രോഗമാകാം, പീഡയാകാം, സാമ്പത്തിക കടമാകാം, ജപ്തി നടപടിയാകാം, എന്ത് കണ്ടീഷനുമാകാം. ഇതിനെല്ലാം ആകെത്തുഴകയായിട്ട് സിംഗിൾ ആൻഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മളുണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവം നടത്തി തന്ന പേരാണ്. എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇത് എന്നൊരു വിശ്വാസി അതിന് അന്തർധാരകൾ മനസ്സിലാക്കുന്നുവോ അന്നാണ് നമുക്ക് അഭിഷേകം ലഭിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ലഭിക്കാം. ഒന്ന് അനുഗ്രഹം, ദാറ്റ് മേ ബി യൂസ് ആൻഡ് ഗോ. അത് അനുഗ്രഹം എന്ത് ഞങ്ങൾക്ക് ലഭിച്ചാലും അത് നമ്മൾ ഡിസ്പോസിബിളാണ്, എല്ലാ ബ്ലെസ്സിങ്സ് എല്ലാം. അനുഗ്രഹത്തിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന താൽക്കാലിക സന്തോഷം അങ്ങ് നിലനിൽക്കണമെന്നില്ല. അതിൻ്റെ ആനുകൂല്യങ്ങൾ നിലനിന്നാലും അതിൻ്റെ ആന്തരിക സന്തോഷം നിലനിൽക്കണമെന്നില്ല. ദാറ്റ് ഇസ് ദ നേച്ചർ ഓഫ് ദി ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. അതാണ് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത്. പക്ഷേ അഭിഷേകം അങ്ങനെയല്ല. അഭിഷേകം നിനക്ക് നൽകപ്പെട്ടാൽ അത് നൽകപ്പെടുന്നത് നിൻ്റെ ശരീരത്തിനല്ല, നിൻ്റെ ആത്മാവിനാണ്. അത് അങ്ങ് നിലനിൽക്കും, എൻഡ്യൂറിംഗ് ആണ്. anointing is enduring. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിലനിൽക്കുന്ന അഭിഷേകത്താൽ, സുവിശേഷം പറയുന്ന പുതിയ അഭിഷേകത്താൽ അങ്ങയുടെ ദാസനെയും ദാസിയെയും പ്രഭാതത്തിൽ അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മയിൽ നിറഞ്ഞു വിളങ്ങിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിറയാൻ വേണ്ടി ഇപ്പോൾ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ അമ്മയുടെ മാധ്യസ്ഥത്തില് പ്രസാദിച്ചുകൊണ്ട് ദൈവപിതാവേ, കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ തിരുമുറിവിന്റെ പീഡാനുഭവങ്ങളുടെ തിരുമരണത്തിന്റെ ശക്തിയായ കൃപ ഞങ്ങളുടെ കൊഴുകട്ടെ. ആൻഡ് അട്രാക്ഷൻ രണ്ട് തരത്തിലാണ് കൃപ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴുള്ള സിറ്റുവേഷൻസാണ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. പരീക്ഷ ടെൻഷനാകാം, റിസൾട്ട് വരാൻ പോകുന്ന ടെൻഷനാകാം, അല്ലെങ്കിൽ ബാങ്കുകാരൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള വിരട്ടുന്നുകൊണ്ട് ടെൻഷനാകാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് ഇട്ടതിൻ്റെ ടെൻഷനാകാം. എല്ലാ ടെൻഷൻ. ഈ ടെൻഷൻ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാം. ഒന്ന്, ഇതിനെ നമുക്ക് അവേർഷനോടുകൂടി ഇതിനെ സമീപിക്കാം. ഇതിനെ ഒരു എടുത്തു മാറ്റപ്പെടേണ്ട നമുക്ക് വെറുക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എടുക്കാം. പക്ഷെ അത് അപ്പോൾ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. ചിലപ്പോൾ അത് ദൈവം എടുത്ത് മാറ്റുമ്പോൾ അത് ബ്ലെസ്സിങ്സായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ദൈവാംശമായിട്ട് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല.
പക്ഷേ നിനക്കതിൻ്റെ അഭിഷേകമാണ് ലഭിക്കണമെങ്കിൽ അത് ദൈവാംശമായി നിലനിൽക്കും. ദൈവത്തിന് എപ്പോഴും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിഷേകം വന്നായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ധൈര്യമല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 രജിത എലിസബത്ത് വർഗീസിൻ്റെ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ മണർകാട് പള്ളിയിലെ ഒരു യാക്കോബ സഹോദരിയാണ്. അവരുടെ സാക്ഷ്യം എന്നല്ലേ, അവരുടെ സാക്ഷ്യം അവരുടെ മകളുടെ, അവൾ ഇവർ നാട്ടിലില്ല, അപ്പോൾ മകളാണ് നാട്ടിലുള്ളത്. അവളുടെ വിദ്യാഭ്യാസം അത്രയ്ക്ക് ശരിയാകണില്ല. അപ്പോൾ അമ്മ ഒരു കൊല്ലം മുമ്പ്, അവർക്ക് 46 വയസ്സുണ്ടായിരുന്ന കാലത്ത്, കഴിഞ്ഞ കൊല്ലം, ഇപ്പോൾ അവർക്ക് 47 വയസ്സായി. 46 വയസ്സുണ്ടായിരുന്ന കാലത്ത് അവർ 18 വർഷത്തോളവും ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് 18 വർഷത്തോളം വീട്ടിൽ തന്നെ താമസിച്ച്. വെച്ചാൽ അവരൊരിടത്തും വിടത്തില്ലായിരുന്നു, അവർക്കൊരിടത്തും പോകാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ പ്രൊഫഷൻ അങ്ങ് കൊലച്ച് മുരണ്ടുപോയി. വല്ലാത്തൊരവസ്ഥയാണ്. 18 വർഷം എന്നൊക്കെ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഡെഡ് ബോഡി പോലെ പോകും. അമ്മ ഇതെന്നിട്ട് അതിൽ അവസാനമാണ് ഇവൾ ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അപ്പോൾ ഒരു കണക്കിന് ജപമാല ഒന്നും ചെല്ലാത്ത വീടല്ലേ. ആ വീട്ടുകാരെ കെട്ടിച്ച വീട്ടുകാരും അങ്ങനെ ഇതുപോലെയുള്ള ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ദൈവമായിട്ട് ഉള്ള ആൾക്കാരല്ല. അവൾ സാക്ഷ്യത്തെ പറഞ്ഞാണ്, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. അവളുടെ പഴയ സാക്ഷ്യങ്ങളുണ്ട്. എലിസബത്തിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഒരു കൊല്ലം മുമ്പൊരു സാക്ഷ്യം അവൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാണ്, ഞാൻ വീണ്ടും വരും അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാനെന്നും പറഞ്ഞാണ്. അവരൊക്കെ അതിങ്ങനെ അഭിഷേകം കിട്ടിയ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണത്. അഭിഷേകം കിട്ടിയ ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവളുടെ ശരീരത്തിൽ തന്നെ ഇപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്യണത്. അവളുടെ കാലിൽ വല്ലാത്തൊരു തടിപ്പും ഒരു മുഴയും ഒക്കെയാണ്. തടിപ്പ്, അത് പിന്നെ കളർ മാറി, അപ്പോൾ ക്യാൻസറിൻ്റെ ഒക്കെ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പഴുപ്പണെ പുറത്ത് വന്നുമില്ല, വേദന മാറണമില്ല, കാലിൽ നീ പാട് മാറുന്നുമില്ല, അതെല്ലാം കല്ല് പോലെ കിടക്കും. അപ്പോൾ ഇവിടെ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ അവൾ തീരുമാനിച്ചതാണ്, മാതാവ് ഇത് സുഖപ്പെടുത്തും, പക്ഷേ ഇതിനു മുമ്പ് ഞാനിത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കണ്ടേ. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ അനുഗ്രഹവും അഭിഷേകവും തമ്മിൽ അനുഭവ തലത്തിൽ ഭയങ്കര വേരിയേഷൻസാണ്. അഭിഷേകം കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ഐഡിയ നേരത്തെ വരും. അങ്ങനെയാണ് ഉത്കണ്ഠ പോകണത്. വെറുതെ ഉത്കണ്ഠ പോകത്തില്ല, വെറുതെ നിരാശ പോകത്തില്ല. അത് ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മാവ് നമുക്ക് നേരത്തെ ഒരു ഇൻറ്റിമേഷൻ തരും. അപ്പോൾ ഇൻറ്റിമേഷൻ മാതാവ് എടുത്ത് മാറ്റാനും പോകുന്നു എന്ന് അവർക്ക് ഇൻറ്റിമേഷൻ കിട്ടി. അപ്പോൾ അത് ആദ്യം ചെയ്ത നടപടി എന്താണ്? അമ്മ എടുത്ത് മാറ്റിയെന്ന് എനിക്ക് നാട്ടുകാരോട് പറയണ്ടേ. അതിനുവേണ്ടി മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കും. മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നെടുമ്പാശ്ശേരിയിൽ അമ്മേനെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങും ആളിറങ്ങിയിട്ട് ട്രോളി ബാഗും പിടിച്ചിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ശുശ്രൂഷ അത് അങ്ങനെ ഷെഡ്യൂൾഡ് ശുശ്രൂഷ നടക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ചിലർ പറയില്ല, അച്ഛനെ കാണണം എന്നൊക്കെ പറയലേ. അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നത് അഭിഷേക ലെവലിലുള്ള ആൾക്കാരല്ല, അനുഗ്രഹ ലെവലിലുള്ള ആൾക്കാരാണ്. അഭിഷേക ലെവലിലുള്ള ആൾക്കാർ അമ്മയെ കാണത്തുള്ളൂ. അത് വ്യത്യാസമുണ്ട് ശരിക്കും. അപ്പോഴേ അവർ വന്നിട്ട് പറഞ്ഞ് അമ്മയെ കാല് കാണിച്ചിട്ട് പോയി, വേറെ പ്രശ്നമൊന്നുമില്ല, കാല് കാണിച്ചിട്ട് പോയി. ഒരു കൊല്ലത്തെ അനുഗ്രഹത്തിന് നന്ദിയും പറഞ്ഞ് കാല് കാണിച്ചിട്ട് പിന്നെ ട്രോളി ബാഗ് എടുത്ത് കാരെ കയറി ആൾ വീട്ടിൽ പോയി. മകളോട് പറഞ്ഞ് അമ്മയെ ഞാൻ കാല് കാണിച്ചിട്ടുണ്ട്, ഇനി ചികിത്സ വേണ്ടോ എന്ന് അമ്മയാണ് നിശ്ചയിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാല് നോക്കിയപ്പോൾ ഈ സംഭവമില്ല അവിടെ. അപ്പോൾ ഇതിനാണ് ഈ അഭിഷേകം. ഞാൻ അഭിഷേകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അഭിഷേകം എന്ന് വെച്ചാൽ ഇതൊരു ബന്ധമാണ്. ആദ്യം ഒരു പേഴ്സണൽ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള സാന്നിധ്യ സംവേദനങ്ങൾക്കാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. സാന്നിധ്യം മാത്രമല്ല, ഈ ആന്തരിക സാന്നിധ്യത്തിൽ നിന്ന് സംവേദിപ്പിച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംവേദിക്കണമെങ്കിൽ പേഴ്സണൽ റിലേഷൻസ് വേണം. ആ റിലേഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ റിലേഷൻ ലെവൽ ഭയങ്കര വേറെ ഒരു ലെവലാണ്. കാര്യം അവളെ തീയിൽ നിന്ന് കരിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അമ്മ ഒന്നേം തുടങ്ങി എല്ലാം റീസെറ്റ് ചെയ്തുകൊണ്ട് അമ്മ ആരാണെന്ന് അവൾക്ക് നല്ല ശരിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ മകൾ അവളോട് ഒമാനിൽ വെച്ച് പറയും, അമ്മ ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന് പറയും. ഇവളുടെ പഠിത്തത്തിന് അത്രയ്ക്ക് മെച്ചമല്ല. ഇപ്പോഴേ ഇവളുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ താനും. അപ്പം മകളുടെ +1 എന്തോ ഹോൾ ടിക്കറ്റാണ്.
10ാം ക്ലാസ്സിൽ ഹോൾ ടിക്കറ്റാണ്. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഇവളുടെ മകളോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നീ അത് എന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ലെന്ന് പറയും. അതാണ് ആ ഡയലോഗിൻ്റെ വെട്ടിപ്പിടിച്ചുള്ള പോക്ക് കണ്ടില്ലേ. നീ അതെന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ല, നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്ന ഒരാളുണ്ട്, അയാളാണ് നിൻ്റെ അമ്മ, അവരെ കാണിക്കാൻ പറയും. ഇതാണ് റിലേഷൻസിൻ്റെ പോക്ക്. ഇതിനാണ് അഭിഷേക നിലവാരം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വ്യക്തിപരമായ അമ്മ ബന്ധത്തിന്റെ അഭിഷേക തലത്തിലേക്ക് ഞങ്ങളെ നീ സ്വകാര്യമായി ഉയർത്തണമേ. പാലിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിത് ചുണ്ട് കൊണ്ടും പാടാൻ, ചങ്ക് കൊണ്ടും പാടാം. ദൈവത്തെ നീ സ്നേഹത്തോടെ അനുഭവിച്ച് കഴിയുമ്പോൾ നിൻ്റെ ചങ്കിങ്ങനെ പഠിക്കേണ്ടത്. അപ്പം നമ്മൾ തന്നെ അറിയാതെ പാടും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറും. മനസ്സിലായില്ലേ? ഇന്നലത്തെ ബൈബിളെന്ന് പറയണതേ ഒരിക്കലും എനിക്ക് ജീവിക്കാനും തോന്നുന്നില്ല, മരിക്കാനും തോന്നാത്തൊരവസ്ഥയാണ്. കാര്യം ജീവിക്കാൻ തോന്നാത്തതെന്ന് കഴിഞ്ഞാൽ, ഇതിൽ ജീവിക്കണ ദൈവത്തിൻ്റെ അടുത്ത് പോകുകയാണായിരിക്കും എപ്പോഴും അഭിഷിക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം. പക്ഷെ മരിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം, മധുരമായ വചനം ഇനിയും അറിയാത്തവരെ അറിയിക്കുന്നതായിരിക്കും ഒരു അഭിഷിക്തൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രയ്ക്ക് സൂപ്പറാണ്. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളോട്, ഈ അഭിഷേകം കിട്ടിയാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറുമെന്ന്. സത്യം പറഞ്ഞാൽ ബൈബിൾ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ, കുരിശില്ല, കൃപ മാത്രമാണ്. ഒരു കുരിശിനെ നിനക്ക് കൃപയായിട്ട് എപ്പോഴാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പം നീ ക്രിസ്ത്യാനി ആയിരിക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. 45 തിരുവചനം 5, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? എന്താണ് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ സബ്ജക്റ്റ്. ഇപ്പോൾ ആത്മാവല്ലേ ഈ വചനം തന്നത്. ആത്മാവ് എന്താ പറഞ്ഞത് കഴിഞ്ഞാൽ, ഇന്നലത്തെ കുരിശാണ് ഇന്നത്തെ കൃപ. അത് ആദ്യം ഞാൻ പറയണതാണ്. ഇന്നലത്തെ കുരിശാണ്. ഇന്നലെ എന്ത് സംഭവിച്ചോ അത് ഇന്നലെയും ഇന്നും ഒക്കെ നമുക്ക് ചിലപ്പോൾ ദുഃഖകരമായ കാര്യമാകാം. പക്ഷേ ഒരു സ്വർഗാനുഭവത്തിൻ്റെ നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറയണത്, അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കും. എപ്പോഴാണ് കണ്ണുനീര് ഒപ്പിയെടുക്കപ്പെടുന്നത്? കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മൾക്കത് അനുഭവമാതി തീരുമ്പോഴാണ് നമ്മുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്നത്. ഇപ്പം കൃപയുടെ അനുഭവവും സ്വർഗാനുഭവവും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പുസ്തകം 45 തിരുവചനം 5 വായിച്ചോളൂ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. ആര് പറയണതാണിത്? ജോസഫ് അല്ലേ? പഴയ നിയമത്തിലെ ജോസഫ് പറയണ. ആരോട് പറയണതാണ്? സഹോദരന്മാരോട് പറയണതാണ്. എന്താ സംഭവിച്ചത്? അങ്ങേരെ കുഞ്ഞുനാളിൽ അവർ വിറ്റ് കളഞ്ഞു അല്ലേ? കുഞ്ഞുനാളിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത്. ഇപ്പോൾ സങ്കടമായിട്ട് ആണ് ഇപ്പോൾ അവർക്ക് ചേട്ടന്മാർക്ക് തോന്നണത്. അപ്പോൾ ജോസഫിനെ കർത്താവ് കൊടുത്തൊരു അഭിഷേകം എന്താണ്? എന്താ പറയണത്? എന്നെ ഇവിടെ വിറ്റതിനെ ഓർത്ത് പറഞ്ഞോളൂ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. അപ്പോൾ ഇന്നലെ സംഭവിച്ച ഒരു സങ്കടത്തെ ഓർത്ത് നിങ്ങൾ വിഷാദിക്കരുത്. അത് ജോസഫിനോട് മാത്രം പറയണതല്ല, ഏകദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവരോടും പറയണതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ചൊരു വിഷയത്തെ ഓർത്ത് ഇന്ന് വിഷാദിക്കരുതെന്ന്. എന്താ കാര്യം? ആ കുരിശുകൾക്കെല്ലാം കൺവേർഷൻ സംഭവിക്കാൻ കൃപയിലേക്ക് കുരിശിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉള്ളൂ. എന്താണത്? കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. കുരിശ് കൃപയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശാപമായിട്ട് മാറും. വിശ്വാസത്തിൻ്റെ ഒരു വില അതാണ്. വിശ്വാസം ഈ കുരിശിലേക്ക്, ആ കുരിശ് തൂങ്ങി പാവത്തിന് പരിഹാരം ചെയ്ത് മരിച്ചവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോഴേ ആണ് ഈ കുരിശ് കൺവേർട്ട് ചെയ്ത് ശാപമാകാതെ അത് കൃപയായി മാറണത്. അതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്ലേശങ്ങൾക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണങ്ങൾ. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കുടല് പിരിഞ്ഞു പോണതുപോലെയും ചില ഞരമ്പുകൾ ആന്തരിക അവയവങ്ങളിലെ
നിർജ്ജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനരഹിതമായിട്ട് ചുരുണ്ട് കിടക്കുന്ന സന്ദേശമുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് ഈ നിമിഷം അവരെ സുഖപ്പെടുത്തും. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത കർത്താവേ, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ഇപ്പോഴേക്കും കർത്താവ് കുടലുകൾ ചുരുണ്ട് പോയിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നവരായാലും ഓൺലൈനായാലും കർത്താവിൻ്റെ ആണിപ്രധാന വലതു കരത്താൻ സ്പർശിക്കണമേ. ഞരമ്പുകൾ കുരുങ്ങിപ്പോയവരെ, കെട്ടുവെച്ചവരെ, ഞരമ്പുകൾ ഞങ്ങിപ്പോയവരെ, അമർന്നു പോയവരെ, ജാമായി പോയവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ 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 ശ്രുതികട്ടെ. ഉൽപ്പത്തി 45:5 എന്നെ ഇവിടെ വിറ്റതോർത്ത് വീണ്ടും പ്രാർത്ഥിക്കുക. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. എന്താണ് കഴിഞ്ഞകാല ക്ലേശങ്ങളെ കുറിച്ചുള്ള ബൈബിളിൻ്റെ വേർഷൻ എന്താണ്? കർത്താവിൻ്റെ വചനം എന്താ പറയണത്? കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു? ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട് ഇല്ലേ? ചിലപ്പോൾ പരീക്ഷയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ആ ഗൈഡിൻ്റെയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെയോ പ്രത്യേക താല്പര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠന പരാജയം ഉണ്ടാകാം. എന്തെങ്കിലുമൊക്കെ പരാജയം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇതിന് എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ഇകഴ്ത്തലുകളും സുവിശേഷ വിഹിതമായി സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സുവിശേഷ വിഹിതം എന്ന് പറയുമ്പോഴെന്താ? സുവിശേഷ വിഹിതമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മോട് ചേർത്ത് വെച്ചല്ല. എന്നോട് അങ്ങനെ ചെയ്തെന്നല്ലേ പറയണത്. അനിയത്തിനെ പഠിപ്പിച്ചു, ചേർത്തിനെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ എന്നോട് ചേർത്ത് വെച്ചാണ് അവർ റെഫർ ചെയ്യണത് ഇല്ലേ? അപ്പൻ എല്ലാവരുടെയും വീട്ടിൽ പോയി. അവരുടെ അമ്മ അവരുടെ പ്രസവത്തിന് കാനഡയിൽ പോയി. ഞാൻ നാട്ടിൽ പ്രസവിച്ചു, എന്നെ കാണാൻ വന്നില്ല. അപ്പം അമ്മ വരാഞ്ഞതല്ല, അവരെ കിടപ്പായിരുന്നു ആ സമയത്തെ. അവർക്ക് അങ്ങനെ വരുന്ന ശുശ്രൂഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു. ആരോഗ്യമുള്ള കാലത്താണ് ചേടത്തി പ്രസവിച്ചത്. അനിയത്തിൻ്റെ പ്രസവ കാലമായപ്പോൾ അമ്മ ഭാഗത്തായി. പക്ഷേ അതൊക്കെ ഇവർക്ക് അറിയാം. എന്നാലും അത് വെച്ചോണ്ട് ഒരു വിലപേശലാണ്. അമ്മയല്ലേ, ദാറ്റ് മീൻസ് ഇത് എന്നോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം മറ്റുള്ളവരെ നിങ്ങൾ പഴിക്കുമ്പോഴും അവരങ്ങനെ ചെയ്തു എന്നോട് എന്ന് പറയുമ്പോഴും ബേസിക്കായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്? ആ സങ്കടങ്ങളെ നിങ്ങളോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ സുവിശേഷ വിഹിതമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് കുരിശ് കൃപയാക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ്. അപ്പോൾ നമ്മോട് ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ ആരോട് ചേർക്കണം? ക്രിസ്തുവിനോട് ചേർക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറയണത്. എന്താ പറയണത്? ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ പോരായ്മ എന്ത് സംഭവിച്ചു? ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. അപ്പോഴേ ക്രിസ്തുവിനോടാണ് ചേർക്കണത്. എൻ്റെ ശരീരത്തിൽ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ക്രിസ്തുവാണെന്ന് ജീവിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടേ ഇല്ലേ? ആ ക്രിസ്തുവിനോടാണ് ചേർത്ത് വെക്കണത്. മാനുഷികമായ പൗലോസിനോടല്ല ചേർത്ത് വെച്ചിരിക്കണത്. അതായത് എല്ലാം ക്രിസ്തുവിനോട് ചേർക്കപ്പെടേണ്ടതാണ്. നിൻ്റെ പരാജയം, നിൻ്റെ തോൽവി, മറ്റുള്ളവർ നിന്നോട് കാണിച്ച പാരവെപ്പും സൂചിവെപ്പും, നിന്നെ പാർശ്വവൽക്കരിച്ചതെല്ലാം, നിൻ്റെ എല്ലാ സ്ക്രാപ്പായിട്ടുള്ള എല്ലാ ഐറ്റംസും നീ ചേർക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് ക്രിസ്തുവെന്നാണ്. അവൻ മരണം കൊണ്ട് അവസാനിപ്പിക്കാത്ത കൊണ്ടാണ് അവനെ ക്രിസ്തുവെന്ന് വിളിക്കേണ്ടത്. അവൻ്റെ പേരെന്ന് പറയണത് കർത്താവാണ്. ക്രിസ്തു കർത്താവാകണത് എപ്പോഴാണ്? അഭിഷിക്തൻ കർത്താവായി ഈശോമിശിഹായാകണത് എപ്പോഴാണ്? അവൻ മരണത്തിന് പരിഹാരം ചെയ്തിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് അവൻ കർത്താവായിട്ട് മാറണത്. കൈയിട്ടിച്ച് കർത്താവിനെ നൽകണമേ. ഹല്ലേലൂയ.